ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ചിലേക്ക് സ്വാഗതം. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള വലിയ മോഹമുള്ളവരാണല്ലേ? എങ്കിൽ നമുക്ക് നന്നായിട്ട് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാം, സംസാരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണല്ലേ. അത് നമ്മൾ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പോയാലും ഒരാളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഇംഗ്ലീഷ് ആവശ്യമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് നിഷ്പ്രയാസം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയത് നിങ്ങൾ കണ്ടോ? അതായത് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ എഴുതിയ രീതിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് സബ്ജക്റ്റ് പ്ലസ് പ്ലീസ് കണ്ടോ? അതായത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു വേണമെന്നിരിക്കെ നമ്മൾ ആ വസ്തുവിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം പ്ലീസ് ഉപയോഗിക്കുക. പൊതുവെ നമ്മൾ പറയുന്നത് എങ്ങനെയാ? പ്ലീസ് ഗിവ് മീ യുവർ അഡ്രസ് എന്ന് പറയുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് എന്ത്? യുവർ അഡ്രസ് പ്ലീസ് എന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, യുവർ നെയിം പ്ലീസ്, താങ്കളുടെ പേരെന്താണ്? ദെൻ യുവർ ഏജ് പ്ലീസ്, എന്താ താങ്കൾക്ക് എത്ര വയസ്സായി? യുവർ ക്വാളിഫിക്കേഷൻ പ്ലീസ്, താങ്കൾ എത്ര വരെ പഠിച്ചു? ദെൻ എ ടീ പ്ലീസ്, ഒരു ചായ തരൂ. ദെൻ ബിൽ പ്ലീസ്, ബില്ല് തരൂ. പിന്നെ എ ബിറ്റ് മോർ സാൾട്ട് പ്ലീസ്, അത് പറഞ്ഞാൽ ലേശം ഉപ്പ് കൂടി തരൂ എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇതേപോലെയാണ് ഏതൊരു സാധനം നമ്മൾ ചോദിക്കുമ്പോഴും അതിൻ്റെ കൂടെ പ്ലീസ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾ വീട്ടിലത്തെ എന്ത് കാര്യം ചോദിക്കുകയാണെങ്കിലും ഇന്ന് ഒരു ദിവസം പ്ലീസ് ചേർത്തിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക, എന്ത് കാര്യം ചോദിക്കുന്നതും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.